ഇന്ന് പഞ്ചായത്തിലൊന്നും പോണ്ടായിരുന്നോ? പോകാനിറങ്ങിയപ്പോഴേ നിങ്ങൾ വന്നത്. കണ്ടോ, ഞാൻ അപ്പളേ പറഞ്ഞില്ലേ കെമിക്കൽ അടിച്ച് കഞ്ചാവ് കൃഷി ഉണ്ടെന്ന്. അതിനത് കഞ്ചാവല്ലോ, കൈതയല്ലേ. ആയിക്കോട്ടെ, കെമിക്കൽ അടിക്കണ്ടല്ലോ. ഇതിനടുത്ത് എവിടെയോ ഉള്ളൊരു കുന്നിടിച്ച് എടുത്തിട്ടാ നമ്മുടെ കടയിൽ കൂടി മണ്ണ് കറച്ച് കൊണ്ടുപോകുന്നത്. കെമിക്കൽ ഉപയോഗിക്കരുതെന്ന് നമ്മൾ പറഞ്ഞ അയാൾ കേക്കില്ലേ? കേക്കും ഓടിച്ചെന്നാൾ പറഞ്ഞാ മതി. വളഞ്ഞ വഴി മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന അയാളെ തോൽപ്പിക്കാൻ നിയമത്തിന്റെ വഴിക്കേ പറ്റൂ. നിയമം എന്ന് പറയുമ്പോ കോടതി പോവാനോ? അതെ, പക്ഷെ അതിനു മുമ്പ് വില്ലേജ് ഓഫീസിലും കൃഷി ഓഫീസിലും ഒക്കെ ഓരോ പരാതി കൊടുക്കണം, അല്ലേ ദാസപ്പ? പരാതി കൊടുക്കുന്നതിന് നല്ല ഇത് വലിച്ചു വലിച്ചിട്ട് കളയുന്ന. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നമുക്ക് സ്ത്രീശക്തി പെണ്ണുങ്ങളെ ഏൽപ്പിക്കാം, അവരത് പുഷ്പം പോലെ കൈകാര്യം ചെയ്തോളൂ. അത് ശരിയാ, നമുക്ക് സ്ത്രീ ശക്തിക്കാരെ തന്നെ ഏൽപ്പിക്കാം. ഇപ്പൊ തന്നെ കണ്ടേക്കാം. പറഞ്ഞ കാശിൽ ചില്ലി പൈസ കുറച്ചിട്ടില്ല. കാശിന് വേണ്ടിയല്ല ഞാൻ ഇതിനെ വിൽക്കുന്നത്, എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടിയാ. ഇവിടെ കിടന്ന് ഈ പുഴയിലെ വെള്ളമെങ്ങാനും കുടിച്ച് ചത്തുപോയാൽ ഞാനിതെങ്ങനെ സഹിക്കും? മോളെ, നീ ഈ നാട്ടിൽ നിന്ന് എവിടെ വേണമെങ്കിലും പൊയ്ക്കോ, സുഖമായിട്ട് ജീവിച്ചാൽ മതി. ഇങ്ങോട്ട് വാവയ്യേ. അതെ, എണ്ണ തേച്ച് കുളിക്കണം, അല്ലാതെ മുടിയും പറത്തിയിട്ട് നടക്കരുത്. ഞാൻ പുഴയെ കുളിച്ചോളാം. നിനക്ക് കുളിക്കാനാ ഈ വെള്ളം ചൂടാക്കുന്ന? മിണ്ടാതിരിക്കെ. എനിക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കണ്ട. ഇനി മുതൽ ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ മതി, അല്ലെങ്കിലേ വല്ല ചൊറിയും പിടിച്ച് ആശുപത്രിയിൽ പോയി കിടക്കേണ്ടി വരും. അതുകൊണ്ട് മര്യാദയ്ക്ക് അടങ്ങി നിൽക്കവിടെ. സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം. നമ്മുടെ പുഴയാ നമ്മുടെ വെള്ളാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവിടെ ഒരാൾ പശുവിനെ വിറ്റു. വിറ്റോ? പുഴയിലെ വെള്ളം കുടിച്ച് ചത്താലൊന്ന് പേടിച്ച. ആല കൊണ്ട് മാത്രം എങ്ങനെ ജീവിക്കും? വേറെന്തെങ്കിലും പണി കൂടി നോക്കണം. ബഹുമാനപ്പെട്ട വില്ലേജ് ഓഫീസർ സമക്ഷത്തിലേക്ക്. ബാക്കി പറ. 2 ആയിട്ട് എഴുതണം. ഒരെണ്ണം വില്ലേജ് ഓഫീസർക്കും ഒരെണ്ണം കൃഷി ഓഫീസർക്കും. അത് അവസാനം. ഹെഡ്ലൈൻ മാത്രം മാറ്റിയാൽ മതിയല്ലോ. വില്ലേജ് ഓഫീസർ മാറ്റി പകരം കൃഷി ഓഫീസർ ആക്കിയാൽ മതി. സബ്ജക്ട് ഒന്ന് തന്നെയല്ലേ? പറ. ആദിച്ചനെല്ലൂർ വില്ലേജ് ഓഫീസ് പരിധിയിൽ ഞവരൂർ കടവിന് സമീപം രാസവസ്തുക്കൾ ഉപയോഗിച്ച് കൃഷി നടത്തുകയും കുന്നിടിച്ച് പുഴ മലിനപ്പെടുത്തുകയും ചെയ്യുന്ന ദിവാകര പണിക്കർക്കെതിരെ നിരവധി സമരങ്ങൾ നടത്തിയെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ കുടിക്കുന്ന പുഴവെള്ളത്തിൽ രാസവസ്തുക്കൾ കലർന്നിരിക്കുന്നതിനാൽ ചുവന്ന വെള്ളമാണ് ഒഴുകി വരുന്നത്. പുഴയിലെ മീനുകൾ ചത്തുപൊങ്ങുകയും ജലമലിനീകരണം മൂലം ആളുകൾക്ക് ശരീരത്ത് ചൊറിച്ചിലുണ്ടാവുകയും ചെയ്യുന്നു. കുട്ടികളുടെ കണ്ണുകൾ വീർത്തു വരികയും ഇന്നലെ വരെ കുടിച്ച വെള്ളം ഇന്ന് വിഷം കഴിക്കുന്നത് പോലെ ആളുകളെ അവശരാക്കുകയും ചെയ്യുന്നു. ഫ്ലൂറൈഡ് കലർന്ന ജലം മനുഷ്യനെ ദോഷകരമായി ബാധിക്കുന്നു. അതിനുള്ള കാരണം കൃഷി രീതിയിലുള്ള അശാസ്ത്രീയമായ കീടനാശിനി പ്രയോഗമാണ്. ഉത്തരവാദിത്തമുള്ള ആളുകൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ്. നിവേദനം റെഡി. ഇനി ഇതിൽ എത്ര പേര് ഒപ്പിടും? എന്റെ ഭർത്താവ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഒപ്പിടും. ടീച്ചർ വാ. ശശി, ഇതിലൊന്ന് ഒപ്പിട്ട്. ശരി. എവിടെ പോണം? പോരാ. മാരി, ഇങ്ങനെ കിടന്നുറങ്ങാതെ ഞങ്ങളുടെ കൂടെ വാ. പശുവും പോയി ആലയിൽ പണിയും കുറവായി. ഇനി നിങ്ങളോട് വന്നിട്ട് എന്ത് ചെയ്യാനാ? എന്നാ പിന്നെ ഇതിലൊരു ഒപ്പിട്. ഇത് ആർക്ക് കൊടുക്കാനാ? പരാതിയിൽ ഒപ്പിട്ടതിന് ശേഷമാണോ ആർക്ക് കൊടുക്കാനെന്ന് ചോദിക്കുന്നത്? അല്ല, അതിപ്പോ ഉറക്കത്തിനിടയില് റിലേ പോയെന്ന് പറ. നമ്മുടെ പുഴവെള്ളം കലങ്ങി വരുന്നത് കണ്ടില്ലേ? അതൊന്നും ഇല്ലാതാക്കാനാ പരാതി. ഓ, അത് ശരി.
ആയിക്കോട്ടെ. എന്നാ ശരി. അപ്പൊ പറഞ്ഞോലെ അതിങ്ങതാ ശരി സാർ. ഞാൻ ശരിയായിക്കോളാം. എന്താ? വില്ലേജ് ഓഫീസറെ കാണാൻ. സാറില്ല, താലൂക്ക് ഓഫീസിൽ പോയിരിക്കുക. എപ്പോ വരും? ഇന്നിനി നോക്കണ്ട, പോയിട്ട് 2 ദിവസം കഴിഞ്ഞു വാ. ആ. അല്ല, എന്താ കാര്യം? ആ, അത് സാറേ ഒരു നിവേദനം കൊടുക്കാനാ. കൊടുത്താ മതിയോ? നേരിട്ട് കണ്ട് കുറച്ച് സംസാരിക്കാനാ. എന്താ കാര്യം? ഞങ്ങളുടെ ചില ബുദ്ധിമുട്ടുകളാ പറയാനുള്ളത്. കുറച്ചൊക്കെ ഈ നിവേദനത്തിൽ എഴുതിയിട്ടുണ്ട്. എങ്കിൽ എഴുതുമ്പോ എല്ലാം കൂടെ എഴുതി കൂടെ ആയിരുന്നാ? അതിങ്ങനെ നോക്കട്ടെ. ബഹുമാനപ്പെട്ട വില്ലേജ് ഓഫീസർ സമക്ഷത്തിലേക്ക് കുന്നിടിച്ച് മണ്ണെടുക്കുന്നതും വിഷം കലർത്തിയ മരുന്ന് കഴിച്ച് കൃഷി ചെയ്യുന്നതും ഒക്കെ തടയാനുള്ള അധികാരം വില്ലേജ് ഓഫീസർക്കില്ലേ? മണ്ണെടുക്കുന്ന നേരായ മാർഗത്തിലല്ലെങ്കിൽ അത് തടയാൻ വില്ലേജ് ഓഫീസർക്ക് പറ്റും. പിന്നെ കൃഷിപ്പണി അതൊക്കെ നോക്കാം ഇവിടെ കൃഷി ഓഫീസർമാരില്ലേ? കൃഷി ഓഫീസർക്കും നിവേദനം കൊടുക്കുന്നുണ്ട് സർ. അപ്പോ ഈ മണ്ണെടുക്കൽ നിർത്തി വെക്കണോ അല്ലേ? മതി സാറേ, അത് മതി. ഞങ്ങളെ വെള്ളം കൂടി മുട്ടിക്കാതിരുന്നാ മതി. ഞാനിത് വില്ലേജ് ഓഫീസർ ശ്രദ്ധയിൽപ്പെടുത്താം. അടിയന്തരമായി നടപടി എടുക്കാനും പറയാം. മതി, പരാതിക്ക് പരിഹാരം ഉണ്ടാക്കി തന്നാ മതി സാറേ. നിങ്ങൾ പൊക്കോ, ബാക്കി എല്ലാം ഞാൻ നോക്കിക്കോളാം. അപ്പൊ ശരി ശരി. സാറേ. ശരി. ഓ വാ അമ്മായി. ദിവാകര പണിക്കര് കുന്നിടിച്ചാ കുഴപ്പം, 10 നാട്ടുകാർക്ക് ജോലി കൊടുത്താ കുഴപ്പം. ഓ കഷ്ടം. അയ്യപ്പ. സാറേ അപേക്ഷ. അകത്ത്. സാറേ ഈ കൈതപ്പാടത്ത് കെമിക്കലുകളെല്ലാം സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ട് സാറേ, വെള്ളത്തിലെ മീനുകളും തവളകളും ഒക്കെ ചത്തുപോണു സാറേ. ആ ഇത് പറയാനാണോ ഇപ്പൊ വന്നത്? രാവിലെ 10 മണിക്ക് തുറക്കുന്ന ഓഫീസായത്, അന്നേരം വേണം ഇതൊക്കെ ഒന്ന് പറയാൻ. സാറേ അത് ഞങ്ങള്. മതി മതി മതി, കാര്യങ്ങളൊക്കെ പിടികിട്ടി. ഇനി അന്നേക്ക്. ആ പൊയ്ക്കോ, വേണ്ട നടപടി എടുത്തോളാം. സാറേ വണ്ടി വന്നു. ആ അതാ വരുന്നു. മോളുടെ സ്കൂളിലെ ആനിവേഴ്സറിയാ. കൊച്ചിന്റെ ഗ്രൂപ്പ് ഡാൻസ് കാണണം. അല്ലേ അവള് വഴക്കുണ്ടാക്കുവേ ഭാര്യയെ. നമ്മൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്റെ കാര്യമൊക്കെ നിങ്ങൾ നാട്ടുകാരെടുത്ത് പറഞ്ഞാൽ മനസ്സിലാവുമോ? എന്തൊക്കെ കഷ്ടപ്പാടുകളാ.